1996 നവംബർ 1 ഞങ്ങൾ കുടുംബസമേതം, അമ്മയുടെ അനിയത്തി അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, അമ്മയുടെ അനിയത്തിയോടൊപ്പം കുടുംബസമേതം വേളാങ്കണ്ണിയിലേക്ക് പോകുന്നത്. വേളാങ്കണ്ണിയിലേക്ക് പോകാൻ ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങി ഞങ്ങൾ വേളാങ്കണ്ണിയിലെത്തുമ്പം ഉച്ചയ്ക്ക് 11:45 കഴിഞ്ഞു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒന്ന് ഫ്രഷായിട്ട് 12 മണിക്കലത്തെ കുർബാനയ്ക്ക്, വിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങൾ വേളാങ്കണ്ണിയുടെ പ്രധാന ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. കുർബാന കഴിഞ്ഞ് ആ ചാപ്പലിൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ മുട്ടുകുത്തി ലോകം മുഴുവനും വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിക്കുന്ന വേളയിൽ ജപമാല ചൊല്ലി 5 രഹസ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവം ഈശോ തന്നു. അത് ഇപ്രകാരമായിരുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ, വേളാങ്കണ്ണി മാതാവിൻ്റെ തിരുസ്വരൂപത്തിലേക്ക് നോക്കി ജപമാല പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ തിരുമുഖം ഒരു സ്പോട്ട്ലൈറ്റ് പോലെ പ്രകാശം മാത്രമാകുന്നു. ആ പ്രകാശം സ്പ്രെഡ് ചെയ്ത് ആ ദേവാലയം മുഴുവനും നിറഞ്ഞു. പ്രകാശം നിറഞ്ഞ ദേവാലയത്തിൻ്റെ നടുവിൽ നല്ല ഹൈറ്റുള്ള ഒരു സ്ത്രീ ഇടത് കൈയിൽ 8 മാസത്തോളം പ്രായമുള്ള ഒരു ശിശുവിനെ പിടിച്ചിരിക്കുന്നു. ആ സ്ത്രീയുടെ സൗന്ദര്യം എൻ്റെ ബുദ്ധിക്ക് വർണ്ണിക്കാൻ ഒതുങ്ങുന്നതല്ല. എൻ്റെ മനസ്സിൽ ശക്തമായി പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നു, അത് പരിശുദ്ധ കന്യകാമറിയമാണ്. അമ്മയുടെ ഇടത് കൈയിൽ, ഉണ്ണിയെ എടുത്ത ഇടത് കൈയിൽ ഒരു ജപമാല ഇങ്ങനെ കൈത്തണ്ടയിൽ തൂക്കിയിട്ടിരുന്നു. വലത് കൈയിൽ മറ്റൊരു ജപമാല അമ്മ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കറുത്ത മുത്തുള്ള ജപമാലയായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയുടെ മുഖത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നു. അമ്മ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ ഇറങ്ങി വരുന്നത് പോലെ ഇറങ്ങി വന്നിട്ട് എൻ്റെ അരികിൽ വന്ന് നിന്നു. എൻ്റെ ശരീരം മുഴുവൻ തളരുവാണോ എന്തോ ആണെന്നറിയില്ല, ഞാനങ്ങനെ ഇരുന്നു പോയി. എൻ്റെ കയ്യിൽ ഒരു ജപമാല, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു ജപമാലയുണ്ടായിരുന്നു. ഇടത് കൈയിൽ അത് വെച്ച് ഞാൻ എൻ്റെ മടിയിൽ 2 കൈകളും വെച്ച് ആ ദൃശ്യം കണ്ടുകൊണ്ടിരുന്നു. അമ്മയുടെ വലത് കയ്യിലിരുന്ന കറുത്ത മുത്തുള്ള ജപമാല എൻ്റെ വലം കയ്യിൽ വെച്ച് തന്നു. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മളൊക്കെ താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുനിഞ്ഞ് വിളമ്പുന്നത് പോലെ പരിശുദ്ധ അമ്മ ആ ജപമാല ഈ കൈകളിലേക്ക് വെച്ച് തന്നു. അമ്മ ജപമാല തന്നിട്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ കുഞ്ഞേ, നിൻ്റെ കൈകളിലേക്ക് ഞാൻ വെച്ച് തന്ന ഈ ജപമാല നിനക്കിപ്പോൾ ഒരു ഭാരമായിട്ട്, ജപമാലയുടെ ഭാരമായിട്ട് അനുഭവപ്പെടുന്നുണ്ടല്ലോ. സത്യമായിട്ടും എനിക്ക് ആ സമയം എൻ്റെ കൈകൾ കടഞ്ഞു പൊട്ടുന്നത് പോലെ, വെയിറ്റുള്ള എന്തോ വലിയൊരു വസ്തു പിടിച്ചിട്ട് സാധിക്കാത്തതുപോലെയുള്ളൊരവസ്ഥയായിരുന്നു. അമ്മ പറഞ്ഞു, നിനക്ക് അനുഭവപ്പെടുന്ന ഈ ഭാരം ലോകത്തിൻ്റെ പാപത്തിൻ്റെ ഭാരമാണ്, ജപമാല മുത്തുകളുടെ ഭാരമല്ല. എൻ്റെ തിരുക്കുമാരൻ കുരിശും ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് കയറിയപ്പോൾ എൻ്റെ തിരുക്കുമാരൻ്റെ തിരുത്തോളും ശരീരം മുഴുവനും മനസ്സും അനുഭവിച്ച പാപഭാരമുണ്ട്, ലോകത്തിൻ്റെ ഭാരം. അത് ഇന്നും ഉണ്ട് കുഞ്ഞേ, അത് വർദ്ധിച്ചിരിക്കുന്നു. കറുത്ത മുത്തുള്ള ജപമാല ഞാൻ നിനക്ക് സമ്മാനിച്ചിരിക്കുന്നു. അതിനർത്ഥം പാപാന്ധകാരത്തിൻ്റെ അടയാളമാണ്.
അന്ധകാരം നിറഞ്ഞ ലോകം, പാപത്താൽ നിറഞ്ഞ ലോകം രക്ഷപ്പെടാൻ, മാനസാന്തരത്തിൻ്റെ കൃപയിലേക്ക് വരാൻ നീ നിരന്തരം മുട്ടുകുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. ഞാൻ ആ സമയം അമ്മയോട് ചോദിച്ചു, അമ്മേ, ഈ ജപമാല ഞാൻ എന്തു ചെയ്യണം? ഞാൻ കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. ആ സമയം പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇപ്പോൾ ഈ ജപമാല എൻ്റെ തിരുസ്വരൂപത്തോടൊപ്പം നിൻ്റെ ഭവനത്തിൽ പ്രതിഷ്ഠിക്കുക. ആ സമയം അമ്മയുടെ അധരത്തിൽ നിന്ന് വന്ന ആ സന്ദേശം ഞാൻ സ്വീകരിച്ചു. പരിശുദ്ധ അമ്മ എൻ്റെ ശിരസിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് മുകളിലോട്ട് പോകുന്നത് ഞാൻ നോക്കിയിരുന്നു. പരിശുദ്ധ അമ്മയെ കാണാതെയായപ്പോൾ, ആ കണ്ട അനുഭവം മാഞ്ഞു പോയപ്പോൾ ഞാൻ ചുറ്റും നോക്കി എൻ്റെ കൂടെ വന്നവരോടൊക്കെ ഇത് പറയാനായിട്ട്. പക്ഷേ എന്നിട്ട് ഞാൻ അവരെയൊക്കെ ഉറക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ സ്വരം പുറത്തോട്ട് വരുന്നില്ല, അവർ കേൾക്കുന്നില്ലെന്നാണ് അവർ പിന്നീട് പറഞ്ഞത്. ഞാൻ ചുറ്റും നോക്കുമ്പോൾ എൻ്റെ ചുറ്റും മഞ്ഞ കളറിലൊരു സ്ക്രീൻ ഇട്ടതുപോലെയാണ് ഞാൻ കാണുന്നത്. ആരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മയുടെ അനിയത്തി എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, വിനു, ചേട്ടനെ വിനു എന്ന് വിളിക്കും, വിനു ഒന്ന് പോയി നോക്ക്, റാണിക്ക് തല കറങ്ങുന്നുണ്ടോ എന്തോ, കുറച്ച് സമയമായി തിരിഞ്ഞു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കുറച്ചും കൂടെ അടുത്തോട്ട് വന്നു. അടുത്തോട്ട് വരുമ്പോൾ ചേട്ടൻ കാണുന്നത് എൻ്റെ വലത് കയ്യിൽ കറുത്തുമുത്തുള്ളൊരു ജപമാല. ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്ന ജപമാല ഇടത് കയ്യിലുണ്ട്. എൻ്റെ ചെവിയിൽ ചോദിച്ചു, റാണി എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, ചേട്ടാ, പരിശുദ്ധ അമ്മ ഈ ജപമാല നൽകി അനുഗ്രഹിച്ചു. അത്രയും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്കൊന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ ജീവിത പങ്കാളി ഒരു കർച്ചീഫ് എടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് ആ ജപമാല ഇങ്ങനെ താങ്ങി പിടിച്ചു. എന്നിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞു. ആ സമയമായപ്പോഴത്തേനും ചുറ്റുമുള്ളവർക്ക് ഈ ജപമാലയിൽ നിന്ന് അത്ഭുതകരമായ സുഗന്ധ അഭിഷേകം ലഭിക്കാനിടയായി. ആൾക്കാരൊക്കെ ഞങ്ങളുടെ ചുറ്റും കൂടാൻ തുടങ്ങി. ഞങ്ങൾ വേഗം നിത്യാരാധനയ്ക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ചാപ്പലിലേക്ക് പോയി. വിശുദ്ധ കുർബാന അവിടെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. എന്നെ അവരങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഒരു ബെഞ്ചിൽ കിടത്തി. എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു അനുഭവം. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞാനും പ്രാർത്ഥിച്ചു ഉള്ളുകൊണ്ട്. ഈശോയെ, യോഗ്യതകളൊന്നുമില്ലാതെ കർത്താവേ, ഇത് എന്നെ ഏൽപ്പിക്കാൻ ഞാൻ ആരുമല്ല ഈശോയെ. അങ്ങയുടെ ശക്തിയും കൃപയും സഹായവും ഇല്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കില്ല ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു ഉള്ളിൽ. ആ സമയം എൻ്റെ കാതുകളിൽ വീണ്ടും അമ്മയുടെ സ്വരം ഞാൻ കേട്ടു. കുഞ്ഞെ, എഴുന്നേൽക്ക്, ദിവ്യകാരുണ്യത്തിന് ആരാധന അർപ്പിച്ച് എൻ്റെ തിരുസ്വരൂപം വാങ്ങാനായിട്ട് പോ. അങ്ങനെ എഴുന്നേറ്റു. എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ കാര്യം പറഞ്ഞു. തിരുസ്വരൂപം വാങ്ങാനായിട്ട് പോയി. പല കടകളിലും പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപമുള്ള കൊച്ചു രൂപക്കൂട്ടിലായിരിക്കുന്ന രൂപങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഒരു കടയിൽ ചെന്നപ്പോൾ ഒരു രൂപം വാങ്ങാൻ മനസ്സിലെ പ്രചോദനം തോന്നി. ആ രൂപം എടുത്തപ്പോൾ അതിൻ്റെ സൈഡിൽ അല്പം പൊട്ടിയിരിപ്പുണ്ട്. അത് നമുക്ക് ബൾബിടാനൊക്കെ അതിൽ കൂടെ വയറും കോർക്കാം, എന്നാൽ കുറച്ചും കൂടെ പൊട്ടിയിരിപ്പുണ്ട്. എല്ലാവരും പറഞ്ഞു അത് വാങ്ങണ്ടെന്ന്. പക്ഷെ മനസ്സിൽ ശക്തമായിട്ട് തോന്നി അത് തന്നെ വാങ്ങണമെന്ന്. അങ്ങനെ അത് വാങ്ങി അവിടെയുള്ള അച്ഛനെ കൊണ്ട് ബ്ലെസ് ചെയ്യിപ്പിച്ചിട്ട് പരിശുദ്ധ അമ്മ തന്ന ജപമാലയുമായി ഞങ്ങൾ തിരിച്ച് യാത്ര തുടർന്നു. നവംബർ 2-ാം തീയതിയാണ് ഇത് സംഭവിക്കുന്നത്. 1-ാം തീയതി ഞങ്ങൾ വേളാങ്കണ്ണിയിലേക്ക് പോയി. തഞ്ചാവൂർ ഒരു കസിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്ത് 2-ാം തീയതി രാവിലെയാണ് വേളാങ്കണ്ണിയിലേക്ക് പോകുന്നത്. 12 മണിക്ക് അവിടെ എത്തുന്ന ഈ അനുഭവം ഉണ്ടാകുന്നു. തിരിച്ച് രാത്രി 12 മണിക്ക് ഈ ഭവനത്തിൽ എത്തിച്ചേർന്നു. പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശാനുസരണം ആ ജപമാല അമ്മയുടെ തിരുസ്വരൂപത്തിൽ ഇട്ടിട്ട് ഇവിടെ ഒരു കർട്ടൻ പെട്ടെന്ന് കൈകൊണ്ട് തന്നെ തുന്നിയിട്ട് ഇവിടെയാണ് ഈ ജപമാല വെച്ചിരുന്നത്. ജപമാല വെച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഉറങ്ങി. പിറ്റേ ദിവസം ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങൾ പോയി. വികാരി അച്ഛനോട് പറയണോ വേണ്ടയോ എന്നറിയില്ല. അച്ഛനെ കുർബാന കഴിഞ്ഞ് കാണുവാണെങ്കിൽ പറയണമെന്ന് മനസ്സിൽ തോന്നി. പക്ഷെ അന്ന് വികാരി അച്ഛനല്ല കുർബാനയ്ക്ക് ഉണ്ടായിരുന്നത്. അച്ഛന് മദ്രാസിലേക്ക് എന്തോ ആവശ്യമായിട്ട് പോയിരിക്കുന്നു. വേറൊരു വൈദികനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. തിരിച്ചു വന്ന്
വീണ്ടും കുർബാന കഴിഞ്ഞ് വന്ന ഉടനെ ഞങ്ങൾ ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആർക്കും ഒന്നും അറിയില്ല എന്നാ ചെയ്യണമെന്ന്. ആ സമയത്ത് ഈ ജപമാലയുടെ സുഗന്ധം പുറത്തേക്ക് എല്ലാവർക്കും അനുഭവവേദ്യമായി. ഞങ്ങൾക്ക് സ്ഥിരം പച്ചക്കറി കൊണ്ടുവരുന്ന ഒരു ചേച്ചി ആ സമയം ഇവിടെ വന്നിട്ട് ഇവിടുന്ന് എന്താ ഇത്രയ്ക്ക് നല്ല മണം വരുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, അത് ജപമാലയിൽ നിന്ന് വരുന്നതാ. വേറെ ഒന്നും പറഞ്ഞില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഒരു മനുഷ്യരോടും ഒരു അനുഭവങ്ങളും ഇവിടെ നടക്കുന്നത് ഞങ്ങളുടെ അധരത്തിലൂടെ പറയാനായിട്ട് അവസരം വന്നിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ സമരിയക്കാരി സ്ത്രീയെപ്പോലെ ആ സഹോദരി ഈ നാട് മുഴുവനും ഇത് പറഞ്ഞു. അറിഞ്ഞവർ വരാൻ തുടങ്ങി. അങ്ങനെ ഈ സംഭവം പലയിടങ്ങളിലും അറിഞ്ഞു. രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ അനേകായിരങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വരാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ ജനങ്ങൾ വന്നു തുടങ്ങി. ആ ജനമധ്യത്തിൽ ഒക്ടോബർ 8 മുതൽ നവംബർ 2 വരെയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ അനുഭവങ്ങൾ വ്യക്തിപരമായിട്ട് കുടുംബത്തിലേക്ക് ഈശോ തന്നു, പരിശുദ്ധ അമ്മ വഴി തന്നു, അതൊക്കെ ജനങ്ങൾ കാണെ ഉണ്ടാകാൻ തുടങ്ങി. ജപമാലയിൽ നിന്നുള്ള സൗരഭ്യം 1.5 കിലോമീറ്റർ ചുറ്റളവിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഈ ഭവനം തേടി വരുന്നവർക്ക് ആരും വഴി കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഈ സുഗന്ധം അനുഭവിച്ചിട്ട് അത് അവസാനിക്കുന്നത് ഇവിടെ വെച്ചായിരിക്കും. അങ്ങനെ ഒരു അനുഭവമായിരുന്നു. പിന്നെ പരിശുദ്ധ അമ്മ കൈകളിൽ തേനും പാലും ഒഴിച്ചു തരുന്ന അനുഭവം, വായിൽ ഒഴിച്ചു തരുന്ന അനുഭവം, പഞ്ചക്ഷത അനുഭവം, അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ദൃശ്യമായ അടയാളങ്ങളായിട്ട് ഈശോയുടെ കൃപയാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഇവിടെ സംഭവിക്കാൻ തുടങ്ങി. ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് ആർക്കും ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലായിരുന്നു പലയിടത്തു നിന്നും ബസ്സുകളും മറ്റു വാഹനങ്ങളും പിടിച്ച് ജനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. എല്ലാവർക്കും ഈ സുഗന്ധാഭിഷേകം കിട്ടുമായിരുന്നു. പല ഗ്രൂപ്പുകൾക്കും പ്രകടമായ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, 96 നവംബർ 2 ഇങ്ങനെ ഒരു അനുഭവം ഇവിടെ തുടങ്ങിയിട്ട് എത്രമാത്രം ജനം വന്നു പോയതെന്ന് നമുക്ക് കണക്കെടുക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്ന ആ കാലഘട്ടങ്ങളിൽ ഒരു ദിവസം 2-3 ബസ് ഒരുമിച്ച് ആൾക്കാർ വന്ന് ഇവിടെ മുഴുവൻ സ്ഥലമില്ല നിൽക്കാനായിട്ട്. അപ്പോൾ ഒരു ബസ് ആൾക്കാർ പറഞ്ഞു, ഞങ്ങളുടെ ജപമാലയൊന്ന് പരിശുദ്ധ അമ്മ തന്ന ജപമാലയിൽ തൊടുവിച്ചൊന്ന് പ്രാർത്ഥിച്ചു തന്നാൽ മതി. അപ്പോൾ ഇവിടെ നിരന്തരം ജപമാല പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും ആ സമയത്ത്. അങ്ങനെ ഒരു ബസ്സിലെ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ ജപമാല മുഴുവനും പരിശുദ്ധ അമ്മ തന്ന ജപമാലയുടെ മുൻപിൽ ഇവിടെ ഈ സ്റ്റാൻഡിൽ വെക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവരവിടെ കൊണ്ടുവന്ന് വെച്ചു. അവരും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അവരോട് പറഞ്ഞു, ആ ജപമാല എടുത്തു കൊണ്ടുപോയിക്കൊള്ളുക, പരിശുദ്ധ അമ്മ അത് ആശീർവദിച്ചിട്ടുണ്ടാകും, ഈശോയുടെ കൃപ കൂടെ ഉണ്ടാകും. അങ്ങനെ ജപമാലകൾ എടുത്തു. കുറേ ജപമാലയുണ്ട്, 200-300 ജപമാലകളുണ്ട്. അത്രയും പേരുടെ ജപമാല. ഒരു വീട്ടിൽ നിന്ന് തന്നെ 15-20 ജപമാലകൾ കൊണ്ടുവന്നവരുണ്ട്, പലർക്കും കൊടുക്കാനൊക്കെ ആയിട്ട്. ഒരു വ്യക്തിയുടെ ജപമാലയ്ക്ക് മാത്രം സുഗന്ധം കിട്ടിയില്ല. അപ്പോൾ ആ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സിസ്റ്റർ, എൻ്റെ ജപമാലയ്ക്ക് മാത്രം സുഗന്ധം കിട്ടിയില്ല. ഇത്രയും ജപമാലകളുടെ ഇടയിൽ എൻ്റെ ജപമാലയ്ക്ക് മാത്രം അങ്ങനെ ഒരു ബ്ലെസ്സിങ് കിട്ടിയില്ല. വാ സഹോദര, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഒരുമിച്ച് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് ഒരു കാര്യം കാണിച്ചു തന്നു. ആ വ്യക്തി പാൻ പരാഗ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ആ പാൻ പരാഗ് ഉണ്ട് താനും. അതേ പോക്കറ്റിൽ തന്നെയാണ് ഈ ജപമാലയും സൂക്ഷിച്ചു വെച്ചിരുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, ആ പോക്കറ്റിലെ പാൻ പരാഗ് എടുത്ത് മാറ്റണം. എടുത്തു മാറ്റിയാൽ പോരെ, ജീവിതത്തിൽ ഇനി അത് ഉപയോഗിക്കില്ലെന്ന് തീരുമാനം എടുക്കണം. അദ്ദേഹം പറഞ്ഞു, അയ്യോ, അതെനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. സാധിക്കണം,
പരിശുദ്ധ അമ്മ വിശുദ്ധിയുടെ നിറകുടമ. അമ്മ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഏറ്റവും പരിശുദ്ധവും ശക്തവുമായ ജപമാല ഇങ്ങനെയുള്ള വസ്തുക്കളുടെ കൂടെ ഇടാനുള്ളതോ, ഇങ്ങനെയുള്ള വ്യക്തികൾ കാണാതെ പഠിച്ച പ്രാർത്ഥന ജപമാല മണികളിൽ ഉരുട്ടിക്കൊണ്ട് ഉരുവിടുവാനുള്ളതോ അല്ല. ജപമാല ശക്തമാണ്. ആ പ്രാർത്ഥനയ്ക്ക് അത്രയേറെ അഭിഷേകവും ശക്തിയുമുണ്ട്. സഹോദരൻ തീരുമാനമെടുക്കുക, ബാക്കി കാര്യം ഈശോ നോക്കും. ആ സഹോദരൻ മുട്ടുകുത്തി തീരുമാനം എടുത്ത സമയത്ത് ഇത്രയും ജനങ്ങൾക്ക് കാണുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ബ്രൗൺ കളറ് വെള്ളം ഒഴുകാൻ തുടങ്ങി. ആ പാൻപരാഗ് അദ്ദേഹം എടുത്തു കളയുകയല്ല ചെയ്തത്, ആ പോക്കറ്റ് നനഞ്ഞ് ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ ആയിത്തീർന്നു. ആ സെക്കൻഡിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുമായിരുന്ന ജപമാല, അദ്ദേഹത്തിൻ്റെ ജപമാലയ്ക്ക് ശക്തമായ സുഗന്ധാഭിഷേകം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി സിഗരറ്റ് വലിക്കുന്നത് ഒരു ശീലമാക്കിയിട്ട് കുറേ നാളുകളിൽ അതിൻ്റെ അഡിക്ഷൻ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയും വന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ജപമാല സമർപ്പിച്ചപ്പോഴും സുഗന്ധം കിട്ടിയില്ല. പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിച്ചു തന്നു സിഗരറ്റ് ഉപേക്ഷിക്കാനായിട്ട് തീരുമാനമെടുക്കാൻ. സിഗരറ്റ് ഉപേക്ഷിക്കാനായിട്ട് അദ്ദേഹം തീരുമാനമെടുത്തു. ആ സിഗരറ്റും പാക്കറ്റ് കൊണ്ട് ഇവിടെ അടുത്തുള്ള കിണറ്റിൽ വേസ്റ്റ് ഇടുന്ന ഒരു കുഴിയുണ്ട്, അവിടെ കൊണ്ടുപോയി ഇട്ടു. തിരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ജപമാല സമർപ്പിച്ചപ്പോൾ വീണ്ടും ആ ജപമാലയ്ക്ക് സുഗന്ധം കിട്ടിയ അനുഭവം ഉണ്ടായി. അങ്ങനെ ഇത് സുഗന്ധാഭിഷേകം ഞാൻ പറയുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. സുഗന്ധാഭിഷേകം, ആ സുഗന്ധാഭിഷേകം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് നമുക്ക് അമ്മയോടുള്ള സ്നേഹം, അമ്മയ്ക്ക് നമ്മോടുള്ള സ്നേഹം, അമ്മയുടെ ഈശോയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന വിശുദ്ധിയുടെ അല്പമെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്നത്. സുഗന്ധം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നൽകുന്നതാണെങ്കിൽ ഈ സുഗന്ധം കൊണ്ട് അമ്മ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതവും സുഗന്ധപൂരിതമാകണം. അശുദ്ധിയുടെ കെട്ടുകളെല്ലാം ഉപേക്ഷിച്ച്, പാപത്തെ അതിൻ്റെ സാഹചര്യങ്ങളോട് ഉപേക്ഷിച്ച് സുഗന്ധം നിറഞ്ഞ ജീവിതം, മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം സുവിശേഷം ആസ്വദിക്കുന്ന രീതിയിലാവണമെന്നുള്ളതാണ് പരിശുദ്ധ അമ്മ സുഗന്ധാഭിഷേകം തരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണ്ടും ആ കാലഘട്ടങ്ങളിൽ ഞാൻ ഓർക്കുന്നു, ഒരു സയൻറ്റിസ്റ്റ് ഒരു ലെൻസ് പിടിച്ചുകൊണ്ട് ഈ ജപമാല ഒന്ന് നോക്കാനായിട്ട്, ഇത് മനുഷ്യനിർമ്മിതമാണോ, ഏത് മെറ്റീരിയലാണ് എന്നൊക്കെ നോക്കാനായിട്ട് ഇവിടെ വന്നൊരു ദിവസം. അന്ന് ഞങ്ങളിവിടെ താമസിക്കുന്ന ഈ 2 മുറിയും ഇതൊരു ചെറിയ ഹോളും ഒരു അടുക്കളയും. ഞാൻ അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനായിട്ട്. ഇവിടെ മറ്റ് ആളുകളുണ്ട്, പക്ഷേ ഈ സയൻറ്റിസ്റ്റ് വന്നത് ഞാൻ അറിയുന്നില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പൻ, എൻ്റെ അപ്പൻ ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സമയം അപ്പൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റാണി, കുറേ സമയമായി ഒരു മനുഷ്യൻ വന്ന് ഒരു ലെൻസും പിടിച്ചുകൊണ്ട് ആ ജപമാല നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ പോയി തട്ടി വിളിച്ചിട്ടൊന്നും അനങ്ങുന്നില്ല. ഞാനും അപ്പനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ വന്നു. ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. ആ സഹോദരനോട് ചോദിച്ചു എന്നാ സംഭവിച്ചതെന്ന്. ഒരക്ഷരം മിണ്ടുന്നില്ല, പാറ പോലെ ഉറച്ച നിൽപ്പാ, അദ്ദേഹത്തിന് മൂവ്മെൻറ്റ് പോലും ഇല്ല. ഞാൻ ആ ലെൻസ് പിടിച്ചിരിക്കുന്ന കൈ പിടിച്ചപ്പോൾ അങ്ങനെ ഉറച്ചു നിൽക്കുക, അദ്ദേഹത്തിന് അനങ്ങാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലായി. ആ ലെൻസ് കണ്ടപ്പോൾ തോന്നി, ദൈവമേ, പരീക്ഷിക്കാനെങ്ങാനും വന്നതായിരിക്കും. ഞങ്ങൾ മുട്ടുകുത്തി അദ്ദേഹത്തിന് വേണ്ടി മാപ്പ് ചോദിച്ചു പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മകനാണല്ലോ, ഒരുപക്ഷെ അറിവില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ അറിവ് കൂടുതലായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ക്ഷമിക്കണേ അമ്മേ, ഈശോയോട് ഒന്ന് പറയണേ ഈ മകനൊന്ന് ചലിക്കാനുള്ള കൃപ കൊടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. സമൂഹവും ഞങ്ങളുടെ കൂടെ കൂടി. ആ പ്രാർത്ഥന അല്പസമയം നീണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് അദ്ദേഹം മുട്ടുകുത്തി നിന്ന് ഏന്തി കരയുക, ഏങ്ങലടിച്ച് കരയുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ പരീക്ഷിക്കാൻ വന്നതാ, ഈ ലെൻസിൽ തെളിയാത്തതൊന്നുമില്ല, ഞാനൊരു സയൻറ്റിസ്റ്റാണ്, പക്ഷേ മനുഷ്യൻ്റെ ബുദ്ധിയോ അവൻ്റെ ചിന്തകളോ യുക്തിയോ ഇവിടെ തോറ്റുപോയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം മാനസാന്തരപ്പെട്ടതും തുടർന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാല അടങ്ങുന്ന ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇവിടെ വരുന്നവർക്ക് കൊടുക്കാനായി അച്ചടിച്ച് വെച്ചതൊക്കെ ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുന്നു. അതുപോലെ തന്നെ ഒരു ദിവസം ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പം ഒരു പന്തകുസ്ത പാസ്റ്റർ ഇവിടെ വന്നു. അദ്ദേഹം പുറത്ത് നിൽക്കുക. ഇവിടെ ഹിന്ദി, ഇംഗ്ലീഷ്,
തമിഴ്, മലയാളം 4 ലാംഗ്വേജിലും ജപമാല നടന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ദൈവമക്കൾ വന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തിനകത്തും പുറത്തുമുള്ള ഒത്തിരി മക്കൾ പ്രാർത്ഥിക്കുന്നു. ഇദ്ദേഹം പുറത്ത് വന്ന് നിൽക്കുക. അപ്പനോട് പറഞ്ഞു ആ സഹോദരിനെ ഒന്ന് കാണണമെന്ന്. ഞാൻ ചെന്നു. ഞാനിവരുടെ ഒപ്പം പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറച്ച് സംസാരിക്കണം. ശരി സഹോദര, സംസാരിക്കാം. എന്താണ് സഹോദരന് സംസാരിക്കാനുള്ളത്? ഈ മറിയുണ്ടല്ലോ, മറിയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ജീവിതം അത് തെറ്റാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് എന്തുമാത്രം അവഹേളനങ്ങൾ പറയാമോ, പെന്തക്കോസ്ത സഭക്കാർ പറയുന്ന ന്യായമുഖങ്ങൾ, അതെല്ലാം അദ്ദേഹം പറയാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ എന്ന ജപം, എത്രയും ദയുള്ള മാതാവേ എന്ന ജപം, നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ എന്ന ജപം ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒന്നൊന്നായിട്ട്. ആ സഹോദരൻ വീണ്ടും ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, മതി സഹോദര, അമ്മയെ ഇങ്ങനെ അവഹേളിക്കല്ലേ. എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. സഹോദരൻ്റെ കക്ഷത്തിൽ ഒരു ബൈബിള് വെച്ചിട്ടുണ്ടല്ലോ, ആ ബൈബിള് എനിക്ക് താ. അപ്പോൾ അദ്ദേഹം കക്ഷത്തിൽ നിന്ന് ബൈബിൾ എടുത്ത് തന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, അതൊക്കെ വായിച്ച് പഠിക്ക്. അപ്പോൾ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ നിർത്താൻ സഹോദരിക്ക് സാധിക്കും. ഞാൻ ആ ബൈബിള് വാങ്ങി പിടിച്ചു. എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ആ സമയം തന്നൊരു പ്രചോദനമായിരുന്നു അത്. ആ ബൈബിൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനിത് കീറാൻ പോകുക. കീറി കുറേ പീസുകളായിട്ട് ഞാൻ സഹോദരനത് തരും, അല്ലെങ്കിൽ ഇവിടെ ഇടും. അപ്പോൾ സഹോദരൻ പറഞ്ഞു, അത് തന്നെയാണ് പറയുന്നത്, കത്തോലിക്കർക്ക് ബോധവും ബുദ്ധിയും ഇല്ല, തിരുവചനമാ കീറിക്കളയുന്നത്. അങ്ങനെയാണെങ്കിൽ സഹോദര, ഞാനൊരു ചോക്ക് തരാം സഹോദരൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു പെന്ന് തരാം. ഈ പെന്ന് കൊണ്ടോ ചോക്ക് കൊണ്ടോ ഈ അന്തരീക്ഷത്തിൽ സഹോദരന് ജീസസ് എന്നൊന്ന് എഴുതാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് സാധ്യമല്ല. ഒരു ചോക്ക് കൊണ്ടോ ഒരു പെന്ന് കൊണ്ടോ എഴുതണമെങ്കിൽ അത് എഴുതാൻ എന്തെങ്കിലും ഒരു വസ്തു വേണ്ടേ? അതെ, ചോക്ക് കൊണ്ട് എഴുതണമെങ്കിൽ ഒരു ബ്ലാക്ക് ബോർഡ് വേണം, പെന്ന് കൊണ്ട് എഴുതണമെങ്കിൽ ഒരു പേപ്പർ വേണം, ഒരു പ്രതലം വേണം. എന്തായാലും നമുക്ക് എഴുതാനുള്ളത് എഴുതി ഫലിപ്പിക്കാനായിട്ട്. അത് സഹോദരന് ബോധ്യമുണ്ടല്ലോ. അത് ബോധ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ആ പ്രതലമാ പരിശുദ്ധ അമ്മ. ഈ പരിശുദ്ധ അമ്മ എന്ന ഈ കടലാസ് ഇല്ലായിരുന്നെങ്കിൽ എഴുതപ്പെട്ട ഈ വചനം നമുക്ക് കിട്ടില്ലായിരുന്നു. ഈ പരിശുദ്ധ അമ്മ എന്ന ഈ പ്രതലം, ജീവനുള്ള ജീവിക്കുന്ന അമ്മ, ജീവനുള്ള ദൈവത്തിന് ഈ ലോകത്തിലേക്ക് ജന്മം നൽകിയില്ലെങ്കിൽ, പിതാവായ ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകിയില്ലെങ്കിൽ ഈശോയെ നമുക്ക് കിട്ടുമായിരുന്നു, രക്ഷകനെ നമുക്ക് കിട്ടുമായിരുന്നു. രക്ഷകനെ മാറ്റി നിർത്തിയിട്ട് അമ്മയെ ക്രൂശിക്കാനായിട്ട്, അമ്മയെ മറക്കാനായിട്ടുള്ള നിങ്ങളുടെ പഠനങ്ങളും നിങ്ങളുടെ വാദമുഖങ്ങളും തെറ്റാണ്. അമ്മയില്ലാതെ വചനമില്ല, വചനമില്ലാതെ അമ്മയില്ല. ഈ രണ്ട് വ്യക്തികളെയും, ഈശോയെയും മാതാവിനെയും ഒന്നിച്ച് കാണാനാകാത്ത കണ്ണുകൾ അന്ധമാണ്. അമ്മയിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ബോർഡില്ലാതെ ചോക്ക് കൊണ്ട് എഴുതാൻ പറ്റില്ലെങ്കിൽ, പരിശുദ്ധ അമ്മ എന്ന നിത്യസത്യമില്ലാതെ സത്യം തന്നെയായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് പിറന്നിട്ടില്ല. എന്നോടും സഹോദരനോടും നമ്മൾ മരിച്ചങ്ങ് സ്വർഗത്തിലെത്തുമ്പോൾ ഈശോ ചോദിക്കും, ഞാൻ കുരിശിൻ ചുവട്ടിൽ വെച്ച് തന്ന, എനിക്ക് ഭൂമിയിൽ പിറക്കാൻ ഉദരവും ഹൃദയവും ജീവിതവും തന്ന പരിശുദ്ധ അമ്മ നിൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരാൻ നിനക്ക് സാധിക്കുമെന്ന്. നോ എന്നാണ് ഉത്തരമെങ്കിൽ കുരിശിൽ കിടന്ന് അനുഭവിച്ച അനുഭവങ്ങൾ അന്യമാണെന്ന് പറയേണ്ടി വരും സഹോദരന്. സ്വർഗത്തിൽ പോകണോ? പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ഭക്തിയും അനിവാര്യം തന്നെ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത്, ആ മകൻ നല്ല വെയിലത്ത് മുട്ടുകുത്തി നിൽക്കുന്നു. മുട്ടുകുത്തി കരഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടെയുള്ള ജനങ്ങളോട് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞു. എന്നിട്ട് മുട്ടുകുത്തി എന്നോട് പറഞ്ഞു, ജപമാല എനിക്ക് പഠിപ്പിച്ചതാ. അന്ന് പറഞ്ഞു കൊടുത്തു. വീണ്ടും പല ദിവസങ്ങളിലായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ജപമാല പ്രാർത്ഥന ഒറ്റയ്ക്ക് ചൊല്ലാൻ തുടങ്ങി. അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി. അദ്ദേഹം വഴി അനേക മക്കൾ ഡിവൈനിൽ മറ്റു പലയിടത്തും ധ്യാനിക്കാൻ പോയി, മാനസാന്തരപ്പെട്ടു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം ഒരിക്കലും മറക്കാത്തതായിട്ട് ഇന്ന് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
അതുപോലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക തിരുനാൾ ദിവസങ്ങളിൽ ഇവിടെ ശുശ്രൂഷകൾ നടക്കുമ്പോൾ അനേക മക്കൾക്ക് രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാറ്റിലുമുപരി മാനസാന്തരത്തിൻ്റെ കൃപ സ്വീകരിച്ച മക്കൾ അനേകമാണ്. പരിശുദ്ധ അമ്മയുടെ സന്ദേശത്തിലുള്ള ഒരു പ്രത്യേക കാര്യമാണ്, മക്കളെ, ഏതൊരു പാപിക്കും പരിശുദ്ധനും മാനസാന്തരം ആവശ്യമാണ്. അതൊരു നിമിഷം കൊണ്ട് ആരംഭിക്കാം, പക്ഷേ അതൊരു ജീവിതം കൊണ്ടേ അവസാനിപ്പിക്കാൻ സാധിക്കൂ. ഏതൊരു പരിശുദ്ധനും ഏതൊരു പാപിയും നീളുന്ന മാനസാന്തരത്തിൻ്റെ കൃപ സ്വീകരിച്ച് ജീവിക്കേണ്ടവരാണെന്ന് അമ്മ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്.